നമസ്കാരം. ലളിതാ സഹസ്രനാമം ചർച്ച തുടരുകയാണ്. ഇനി അടുത്ത നാമം മനുവിദ്യയാണ്. മനുവിനാൽ സേവിക്കപ്പെടുന്ന മനു, ചന്ദ്രൻ, അങ്ങനെ പലരും പല രീതിയിൽ ദേവിയെ ആരാധിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആരാധനയ്ക്ക് ഓരോ രീതികളും ഓരോ നിയമങ്ങളും ഉണ്ട്. ആ ഓരോ നിയമങ്ങളനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ശ്രീചക്ര പൂജയും ദേവി ഉപാസനയൊക്കെ നടത്തുന്നത്. അപ്പം മനു ഉപാസിച്ചിരുന്ന ആ രീതിയെ മനുവിദ്യ എന്നാണ് പറയുന്നത്. പിന്നെ മനുഷ്യർക്കെല്ലാം വിദ്യയായിട്ട് നിൽക്കുന്നവളും ദേവി തന്നെയാണ്. അപ്പം മനുഷ്യർ എന്ന് ആ ഒരു വാക്കിന് നിദാനമായിട്ട് മനുഷ്യത്വം എന്നൊരു സംഭവമുണ്ട്. മനുഷ്യരെ മനുഷ്യനാക്കുന്ന, അപ്പം മൃഗത്താണെങ്കിലും മൃഗമാക്കുന്ന ഒരു ഘടകമുണ്ട്. അവർ തമ്മിലൊരു ഐക്യം ഉണ്ടാക്കുന്ന, അവർ തമ്മിലൊരു ഒരുമ ഉണ്ടാക്കുന്ന, അവരെ പരസ്പരം ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം. അതിലൊരാൾക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് മറ്റുള്ളവരെ ആ വീഴ്ചയെ പരിഹരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു ഘടകം. നമ്മൾ ധാരാളം വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പരിക്ക് പറ്റി റോഡിൽ കിടക്കുന്ന നായയുടെ കൂടെ മറ്റൊരു നായ അതിനെ ശുശ്രൂഷിച്ചടുത്ത് നിൽക്കണം. അതിന് കൂടുതൽ ദോഷം വരാതിരിക്കാനും അതിന് കാവലായിട്ട് നിൽക്കുക. അങ്ങനെ കുറേയധികം ഒരു പുലി മാൻകുട്ടിയെ പുലി പരിചരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പം അത് മാൻ എന്ന് പറഞ്ഞാൽ പുലിയുടെ ഭക്ഷണമാണ്. എങ്കിൽ പോലെ ചെറിയ ശിശുവാകുമ്പോൾ പുലിയെ മാൻകുട്ടിയെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ മൃഗങ്ങളിൽ പോലും ഈ പരസ്പരം ഒരു ഉറവുണ്ട്, സ്നേഹത്തിന് ഒരു കനിവുണ്ട്. അവരെ ചേർത്ത് തന്ന ഘടകം ആ കനിവാണ്. അതിലെന്താ കനിവിലെന്താ ഒരു വ്യത്യാസം? മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, മൃഗങ്ങളിൽ സ്വാർത്ഥതയില്ല, മനുഷ്യരുടെ സ്വാർത്ഥതയുണ്ട്. അപ്പോൾ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ ആ കുട്ടികൾ വളർന്ന് നമ്മളെ പോറ്റണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. ചരിത്രാതീത കാലം തൊട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഞാനോ നിങ്ങളോ അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യരെ സംബന്ധിച്ച് അതിൻ്റെ മക്കളെ അത് വളർത്തുമ്പോൾ, അതിൻ്റെ സന്താനങ്ങളെ അത് വളർത്തുമ്പോൾ, ആ സന്താനങ്ങൾ അവനവനെയും കൂടി സംരക്ഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ആ ഒരു താല്പര്യവും മനസ്സിലുണ്ട് എന്നർത്ഥം. എന്നാൽ മറ്റു മൃഗങ്ങൾക്കൊന്നും അതില്ല. ഒരു പ്രായമായി കഴിഞ്ഞാൽ ആ മൃഗം അതിൻ്റെ സ്വന്തം കാര്യം നോക്കി പൊക്കോട്ടെ, അത് എനിക്കൊന്നും ചെയ്തു തരണ്ട, അതിലൊന്നും ഞാനൊന്നും പ്രതീക്ഷിക്കില്ല എന്നാണ് മൃഗങ്ങളുടെ പൊതുവെയുള്ള സ്വഭാവം. മനുഷ്യരങ്ങനെയല്ല. ജീവിതകാലം മുഴുവൻ അവനെ നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ്, സന്താനങ്ങളെ. അപ്പോൾ അവനെ ഒരു പ്രാപ്തി എത്തുന്നവരെ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്നെ നോക്കാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ ആയുസ്സുള്ളിടത്തോളം കാലം അവൻ എന്നെ നോക്കണം, അതവൻ്റെ കടമയാണ് എന്ന് മക്കളെ പറഞ്ഞ് ആ രീതിയിലാണ് നമ്മൾ മക്കളെ വളർത്തുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി അങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്കതിലൊന്നും ചെയ്യാനില്ല. ഒരു ദിവസം കൊണ്ട് നമ്മൾ സ്വാർത്ഥത മാറ്റിക്കളയാം, മക്കൾ പൊക്കോട്ടെ എന്നും പറയാൻ പറ്റില്ല. സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി അതിന് ആ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്വാർത്ഥതയുടെ ബേസിസിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മിക്കവാറും നിയമങ്ങളെല്ലാം സ്വാർത്ഥതയായിട്ടാണ്. കുടുംബം എന്ന് പറയണതും മറ്റ് വ്യാപാരങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്വാർത്ഥതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 90% നിയമങ്ങളെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് സ്വതന്ത്രമായിട്ടും സുരക്ഷിതമായിട്ടും ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാവുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് എൻ്റെ എന്ന് ഞാൻ കരുതുന്ന ഒന്നിലേക്കും കൈ കടത്താൻ സാധിക്കില്ല. എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഞാനത് സൂക്ഷിച്ചു വയ്ക്കും, അതിൽ മറ്റാർക്കും അവകാശമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നിയമങ്ങളൊക്കെ, സ്വാർത്ഥതയെ ബേസ് ചെയ്തിട്ടാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. സംശയമൊന്നുമില്ല. അപ്പോൾ മനുവിദ്യ എന്ന് പറഞ്ഞാൽ മനു ദേവിയെ ആരാധിച്ചിരുന്നൊരു രീതി, അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ ആ അറിവായിട്ട് നിലനിർത്തുന്ന ആ ഘടകം. മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു വലിയ സംഭവമുണ്ട്. നമുക്കൊക്കെ വലിയ അഹങ്കാരം അഭിമാനമൊക്കെ ഉള്ള കാര്യമാണ്. ഇടയ്ക്ക് മൃഗം എന്നൊക്കെ വിളിക്കും നമ്മൾ മനുഷ്യർ. മൃഗമല്ല ഒരിക്കലും. ഈ തെണ്ടിത്തരം നെമ്മാടിത്തരമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ മൃഗം എന്ന് വിളിക്കാൻ പറ്റില്ല. മൃഗങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ആവശ്യമില്ലാണ്ട് ആരും ദ്രോഹിക്കില്ല മൃഗങ്ങൾ. മനുഷ്യനല്ല മൃഗമാണെന്നൊക്കെ പറയും. മൃഗങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ അവർക്ക് പറഞ്ഞിരിക്കുന്ന നിയമത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവരാണ് മൃഗങ്ങൾ. അവർക്ക് സിവിൽ കോഡൊന്നും വേണ്ട. ആ നിയമം വിട്ട് അവരൊന്നും കാര്യമായിട്ട് ചെയ്യില്ല. അപ്പോൾ അതൊന്ന്. പിന്നെ ചന്ദ്രവിദ്യ, ചന്ദ്രൻ ഉപാസിച്ചിരുന്ന മറ്റൊരു രീതിയുണ്ട്. അതിനെ ചന്ദ്രവിദ്യ എന്നാണ് പറയുന്നത്. ഓരോ വ്യക്തികൾ ദേവിയെ ഓരോ രീതിയിലാണ് ഉപാസിച്ചിരുന്നത്. അപ്പോൾ ചന്ദ്രൻ എങ്ങനെയാണ് ദേവിയെ ഉപാസിച്ചിരുന്നതെന്നുള്ളത് ചന്ദ്രവിദ്യ കൊണ്ട് മനസ്സിലാക്കാം. ചന്ദ്രൻ എന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. മനസ്സ് എന്നൊരർത്ഥമുണ്ട്. മനസ്സിലെ വിദ്യയായിട്ട് നിൽക്കുന്നവൾ. മനസ്സിനാണ് നമുക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്തൊരു സാധനം. അതാണ് മനുഷ്യനെ ഏറ്റവും മോശമാക്കുന്നതും ഏറ്റവും നന്നാക്കുന്നതും മനസ്സാണ്.
ചില സമയത്ത് മനസ്സിൻ്റെ ആ ചിന്തകൾക്ക് പുറകെ പോയാൽ നമ്മളെപ്പോലെ മോശം വ്യക്തി വേറെ ഉണ്ടാവില്ല. ചില സമയത്ത് നമ്മളെപ്പോലെ നല്ല വ്യക്തി വേറെ ഉണ്ടാവില്ല. അപ്പോൾ ഈ മനസ്സിനെ വിദ്യയായി ശോഭിക്കുന്നവൾ. അപ്പോൾ ദേവി ആ പ്രകാശത്തെ നമ്മൾ ആ പ്രചോദനമായിട്ട് സ്വീകരിച്ചാൽ മനസ്സിനൊരിക്കലും ചീത്ത മാർഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ചന്ദ്രൻ ഉപാസിച്ചിരുന്ന മാർഗം ചന്ദ്രവിദ്യ, അല്ലെങ്കിൽ മനസ്സിന് വിദ്യയായി നിൽക്കേണ്ടവൾ, അല്ലെങ്കിൽ മനസ്സ് വിദ്യ എന്ന രീതിയിൽ സ്വീകരിക്കേണ്ടവൾ ദേവി തന്നെയാണ്, പ്രകാശം തന്നെയാണ് ചന്ദ്രവിദ്യ. ചന്ദ്രമണ്ഡല മധ്യക. കുണ്ടലിനി സഹസ്രാരത്തിൽ ചെന്ന് ചന്ദ്രമണ്ഡലത്തെ ഭേദിച്ച് ശിവനുമായിട്ട് മേളിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ചന്ദ്രമണ്ഡലത്തെ ഭേദിച്ച് അതിൻ്റെ മധ്യത്തിലാണ് ശിവനും കുണ്ടലിനി ശക്തിയും തമ്മിൽ മേളിക്കുന്നത്. അതൊന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനോമണ്ഡലത്തിലെ മധ്യഭാഗത്ത് ദേവി സ്ഥിതി ചെയ്യുന്നു. എവിടെയല്ല ഉള്ളത്? എൻ്റെ മനസ്സിലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കും, മനസ്സിൽ ആയോ? നിങ്ങൾ പറയും മനസ്സിൽ ആയി. ആ മനസ്സിൽ ആയാൽ അവിടെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പം മനസ്സിൽ ആവണം. ഇപ്പം ദേവിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സാധിച്ചാൽ, മനസ്സിൽ ആയാൽ എല്ലാം നന്നായി. ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി എന്ന് വെറുതെ പറഞ്ഞ് തലയാട്ടിയിട്ട് കാര്യമില്ല. അത് മനസ്സിലാവണം. ആയാൽ രക്ഷപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യകയാണ് ദേവി. മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ടവൾ, മനസ്സിൻ്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ടവളാണ് ദേവി. എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കേണ്ടത് ആ പ്രകാശമായിരിക്കണം, ആ ജ്യോതിസായിരിക്കണം. ഒരിക്കലും തെറ്റുപറ്റാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ചന്ദ്രമണ്ഡല മധ്യക, ചാരുരൂപ. എത്ര മനോഹരമാണ് ദേവിയുടെ രൂപം! അത്രയും മനോഹരമായ മറ്റൊന്നിനെയും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. പ്രകാശം, പ്രകാശത്തെക്കാൾ മനോഹരമായിട്ട് വേറെ എന്താണുള്ളത്? എന്തിനേയും മനോഹരമാക്കുന്നത് പ്രകാശമാണ്. കാരണം വെളിച്ചമുണ്ടെങ്കിലേ കാണാൻ സാധിക്കുള്ളൂ. ഇരുട്ട് ഒന്നിനും മനോഹരമാക്കുന്നില്ല. ആസ്വാദനത്തിനൊക്കെ വഴിയുണ്ടാകും ഒരു പക്ഷേ, പക്ഷെ മനോഹരം എന്ന് പറയാൻ സാധിക്കില്ല. മനോഹരം എന്നുള്ള വാക്ക് തന്നെ വെളിച്ചത്തെ ആസ്പദമാക്കിയാണ് നിൽക്കുന്നത്. ഇപ്പം ചാരുരൂപം വളരെ മനോഹരമായിട്ടുള്ള, മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, മനസ്സ് കണ്ട് നിറഞ്ഞൊഴുകുന്ന ആ രൂപമാണ് ദേവിയുടെ. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലീസ്ഫുരത്താരാനായക ശേഖരം സ്മിതമുഖീം ആപീനവക്ഷോരുഹ പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപ്പലം ബിഭ്രതി സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം ധ്യായേത് പരമാംബിക. അപ്പോൾ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അത്ര മനോഹരമായിട്ടുള്ള, ലോകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളതെന്ന് ഞാൻ എന്തിനെ കരുതുന്നുവോ അതിലും മനോഹരമായിട്ടുള്ളതെന്തോ അതാണ് ദേവി. എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്രയും മനോഹരമായിട്ടുള്ളത് ചാരുരൂപ. ചാരുഹാസ. മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശമാനസ. കാമത്തെ ജയിച്ചവനാണ് കാമേശൻ. അങ്ങേരെ പെട്ടെന്നൊന്നും ഇളക്കാൻ സാധിക്കില്ല. കാമദേവനെ ദഹിപ്പിച്ച് കളഞ്ഞ ആളാണ്. മനസ്സിൽ കാമമുണ്ടാക്കാൻ വന്ന കാമദേവനെ ഒരു നിമിഷം കൊണ്ട് ഭസ്മമാക്കി കളഞ്ഞാണ്. ആ കാമേശൻ എന്ത് പറ്റി? മന്ദസ്മിത പ്രഭാപൂര. ദേവിയുടെ മന്ദസ്മിതം കണ്ടപ്പോൾ കാമേശൻ്റെ മനസ്സിലെ എല്ലാ കാമേശത്വവും പോയി. മനസ്സ് ഇളകിപ്പോയി. പിടിച്ചാൽ പിടികിട്ടാത്ത രീതിയിൽ മനസ്സ് ചാടിപ്പോയി. ധാരാളം കഥകളല്ലേ വിശ്വാമിത്രനെ മേനക വശീകരിച്ചത്, പരാശരന് വഴിതെറ്റിപ്പോയത് മത്സ്യഗന്ധിയെ കണ്ടപ്പോൾ. ഇതൊക്കെ ആ സമയത്ത് ഒരു നിമിത്തം പോലെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ആ സമയത്ത് ആ ഒരു ലാവണ്യത്തിൽ മയങ്ങി പോകാതിരിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥയിൽ വന്നുപെടുന്നത് കൊണ്ടാണ്. ഇവിടെ കാമേശനെ പോലും സ്വാധീനിക്കാൻ പറ്റുന്ന മന്ദസ്മിതത്തോടു കൂടികളാണ് ദേവി. പിന്നെ കാമേശനും ദേവിയെ ചിന്തിച്ച് ആ ഉള്ളിലത്തെ പ്രകാശത്തെ ധ്യാനിച്ച് ആ ഒരു മന്ദസ്മരത്തോടുകൂടി പകുതി കണ്ണടച്ചിരിക്കുന്ന ശിവരൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സ്റ്റസി എന്ന് പറയും. അവിടെ ആ ഉള്ളിൽ അത്ര പരമാനന്ദം അലയടിക്കുകയാണ്, അത്ര ആനന്ദം ഉള്ളിൽ അനുഭവിക്കുകയാണ് ചെയ്യണത്.
അതിൻ്റെ ഒരു അലയോടെയാണ് ഈ കണ്ണിൽ കാണുന്നത്, മന്ദസ്മിതം. അപ്പോൾ ആ ഉള്ളിലത്തെ 4 കോശങ്ങളെയും വിട്ട് ആ സർവാനന്ദത്തിലെത്തുമ്പോൾ ആ നമ്മൾ അനുഭവിക്കുന്ന പൂർണ്ണമായ ആനന്ദം, ആ ആനന്ദം അനുഭവിക്കുമ്പോൾ ഉറക്കെ ഹഹ ചിരിക്കില്ല. എങ്ങനെയാണ് ചിരിക്കുക? എല്ലാം നിറഞ്ഞൊരു മന്ദഹാസം മുഖത്തുണ്ടാവും. അതാണ് ആ ശിവൻ്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. അത് ആർട്ടിസ്റ്റിൻ്റെ കഴിവനുസരിച്ചായിരിക്കും അത് പ്രകടമാവുക എന്ന് മാത്രം. എങ്കിലും ആ എല്ലാ പരമാനന്ദത്തെ ഉള്ളിൽ അനുഭവിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് കാണുന്ന ആ ചിരി ചാരുഹാസാണ്. അത് എവിടെ നിന്നാണ് ഉണ്ടാവണത്? അകത്തെ ആ പരാശക്തി അല്ലെങ്കിൽ അകത്തെ പ്രകൃതി അല്ലെങ്കിൽ അകത്തെ പ്രകാശത്തിൻ്റെ ആ 5ാമത്തെ കോശത്തിലെ പരമാനന്ദത്തെ പൂർണ്ണമായും സർവാനന്ദമയ കോശത്തിൽ എത്തുന്ന ഒരു വ്യക്തി ആ സർവ ആനന്ദത്തെയും അനുഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് വരുന്ന ഭാവം എത്തിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ എത്ര ആനന്ദം ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ആ ആനന്ദത്തിൽ നിൽക്കാൻ പാടില്ല. ചാരു ചന്ദ്രകലാധര, ഇനി വളരെ മനോഹരമായ ചന്ദ്രകലയെയും ധരിച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ, എല്ലാവരുടെയും മനസ്സിനെ ദേവി ധരിച്ചിരിക്കും. ഈ ചന്ദ്രകലയ്ക്ക് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃദ്ധിക്ഷയങ്ങളില്ല. ശരിക്കുള്ള ചന്ദ്രൻ്റെ വൃദ്ധിയും ക്ഷയമൊക്കെ ഉണ്ട്. അതാ മനസ്സ് എന്ന് പറയുന്നത്. ഈ ചന്ദ്രൻ്റെ മനസ്സുകളുടെ ബന്ധം തന്നെ വൃദ്ധിക്ഷയങ്ങളുള്ളതുകൊണ്ടാണ്. ഇന്ന് ഭയങ്കര സ്നേഹമായിരിക്കും, നാളെ സ്നേഹത്തിന് കുറവായിരിക്കും, മറ്റന്നാൾ എനിക്ക് വേണ്ടാന്ന് പറയും, അതിൻ്റെ അടുത്ത ദിവസം ആദ്യമേ സ്നേഹം കൂടും. ഇങ്ങനെ വൃദ്ധിയായിട്ടും ക്ഷയമായിട്ടും മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹത്തിൽ തന്നെയല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളിലും ആഗ്രഹങ്ങളിലൊക്കെ അതെ. ഇന്ന് വളരെയധികം ആഗ്രഹം തോന്നുന്നതിന് നാളെ എനിക്ക് വേണ്ടാന്ന് പറയും. അതുകൊണ്ടാണ് മനസ്സും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം വരുന്നത്. വൃദ്ധിയും ക്ഷയവും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ. ഓരോ കാര്യത്തിലും ആഗ്രഹങ്ങളിലൊക്കെ അത്ര അനിർവചനീയമായി തോന്നുന്ന അത്ര അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ വേണ്ട കേട്ടോ, എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. നമ്മളെവിടുന്നെങ്കിലൊക്കെ പോയി സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും, പറയും അതൊക്കെ ഞാൻ വിട്ടു എന്ന് പറയും. ഇവിടെ മനോഹരമായ ചന്ദ്രകലയെ ദേവി ധരിച്ചിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സ് ദേവി ധരിച്ചിരിക്കുകയാണ്. ദേവിയോട് പ്രത്യേകിച്ചൊന്നും പറയണ്ട. അമ്പലത്തിൽ പോകണ്ടെന്നല്ല, ക്ഷേത്രത്തിൽ പോകണം. തീർച്ചയായും നിയമങ്ങളനുസരിക്കണം. രാവിലെ വേണ്ട നിത്യകർമ്മങ്ങളൊക്കെ ചെയ്യണം, ക്ഷേത്രത്തിൽ പോകണം, പ്രാർത്ഥിക്കണം. എങ്കിലേ മനസ്സ് ശുദ്ധമാവുള്ളൂ, പവിത്രമാവുള്ളൂ. പവിത്രമായ മനസ്സിലാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുക. മൂടിയ മനസ്സിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവില്ല. ഇപ്പം ദേവിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മുടെ മനസ്സ് പവിത്രമായിരിക്കണം. ഇപ്പം പ്രത്യേകിച്ച് പറയാണ്ട് ദേവിക്ക് മനസ്സാണ്. പവിത്രമാവണമെങ്കിൽ എന്ത് ചെയ്യണം? നാമജപം കൊണ്ടും ഉപവാസം കൊണ്ടും അങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ടൊക്കെ മനസ്സിനെ, ശരീരത്തേക്ക് പവിത്രമാക്കി സൂക്ഷിക്കണം. ചാരുചന്ദ്ര കലാധര, ചരാചര ജഗന്നാഥ, ഈ ചരവും അചരവുമായ എല്ലാത്തിൻ്റെയും നാഥയാണ് ജഗത്തിൻ്റെ. ചരവും അചരവുമായ എല്ലാം എന്ന് പറയുന്ന ജഗത്തിൻ്റെ നാഥയാണ് ദേവി. ചരവും അചരവുമായ അല്ല. നമ്മുടെ ഉള്ളിലും അങ്ങനെയുണ്ട് അല്ലേ, ഒരിക്കലും മാറ്റം ഇല്ലാതെ തുടരുന്ന കാര്യങ്ങളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ മനസ്സ് ഒരു കാര്യമാണ്, നമ്മുടെ ശരീരം മാറ്റുന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയുള്ള ഞാനല്ല ഇന്നുള്ളത്. ഇനി ഞാനിങ്ങനെ വാർദ്ധക്യത്തിലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാല്യത്തിൽ നിന്നും യൗവനത്തിൽ നിന്നും പിന്നെ വാർദ്ധക്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ക്ഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു 20-30 വയസ്സൊക്കെ, 20-22 വയസ്സ് വരെയാണ് വളർച്ചയുള്ളത്. അപ്പോൾ ജനിച്ചൊരു 22-23 വയസ്സ് വരെ വളരും, പിന്നെ അങ്ങോട്ട് ക്ഷയമാണ്. കുറേശ്ശെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുക ശരീരം. എന്നാൽ ശ്വാസോച്ഛ്വാസം നിരന്തരം മാറിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? കുറച്ച് ദിവസത്തേക്ക് വലിക്കണില്ല എന്ന് വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ശ്വാസോച്ഛ്വാസം, അങ്ങനെ ഹൃദയമിടിപ്പ്, അങ്ങനെയുള്ള പമ്പിങ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെയുള്ള ദഹനേന്ദ്രിയ വ്യവസ്ഥയൊക്കെ അതൊക്കെ നിരന്തരം അതേപോലെ തന്നെ തുടരണം. എന്നാൽ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളും മനസ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയം. അപ്പോൾ ചരവും അചരവും എന്ന് പറയണത് ഈ ജഗത്തിലൊക്കെ ബാധിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. അചരമായിട്ടും കുറേ സംഭവങ്ങളുണ്ട്, ചരമായിട്ടും കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ശരീരത്തിന് സംഭവിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ചരവും അചരവുമായ ജഗത്തിൻ്റെ മുഴുവൻ നാഥ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ, ഈ പ്രകൃതിയുടെ മുഴുവൻ ദേവതയായിട്ടുള്ളവളും, നമ്മുടെ ഉള്ളിൽ നമ്മുടെ എല്ലാ ശരീരത്തിനും മൊത്തം നമ്മുടെ എല്ലാ അവസ്ഥകൾക്കും നാഥയായിട്ടുള്ളവളും, ചിന്തയ്ക്കും പ്രവൃത്തിക്കും എല്ലാത്തിനും നാഥയായിട്ടുള്ളവൾ, ചരാചര ജഗന്നാഥ, ചരവും അചരവുമായിട്ടുള്ള ജഗത്തിന് മുഴുവൻ നാഥയായിട്ടുള്ളവൾ, ദേവിയായിട്ടുള്ളവൾ, ചക്രരാജനികേതന ആണ്. ശ്രീചക്രത്തിൽ ഇരിക്കുന്നവളെന്നാണ്. ശ്രീചക്രത്തെക്കുറിച്ച് പലതവണ നമ്മൾ പലാവർത്തി സംസാരിച്ചിട്ടുണ്ട്. 5 ദേവി ത്രികോണങ്ങളും 4 ശിവ ത്രികോണങ്ങളും ചേർന്ന് പിന്നെ പുറത്തുള്ള ദളങ്ങളൊക്കെ ചേർന്നാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. പ്രകൃതി 5ഉം 4 പുരുഷനും ചേരുന്നു അകത്ത്. ഇതെല്ലാം കൂടി ചേർന്ന് 43 ത്രികോണങ്ങളുണ്ടാവും. പ്രകൃതിയും പുരുഷനും എല്ലാം ചേർന്നിട്ട് 64 യോഗിനിമാർ ശ്രീചക്രത്തിനകത്ത് പൂജ ആവശ്യമുള്ളവരാണ്. 64 യോഗിനിമാരെ കടന്നിട്ടാണ് ദേവിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് ശ്രീചക്രത്തിൻ്റെ പൊതുവെയുള്ള വ്യവസ്ഥ. ചക്രരാജം എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ശരീരം അങ്ങനെ തന്നെയാണ്, ഒരു ശ്രീചക്രമാണ്. ഈ പ്രപഞ്ചം ഒരു ശ്രീചക്രമാണ്. ഇപ്പം നമ്മളുടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയണത് പോലെ എൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെയും ആസ്പദമായിട്ടുള്ളത് എന്താണോ അതാണ് ഈ ചക്രരാജം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായി എനിക്ക് എന്താണുള്ളത്? ഞാനാണുള്ളത്. മക്കളെ കഴിഞ്ഞിട്ടേ എല്ലാവരും എന്നൊക്കെ പറയും. എൻ്റെ മക്കളെന്നാണല്ലോ പറയണത്. ഇപ്പം ഞാനാണല്ലോ അവിടെ, ആദ്യം ഞാനാണല്ലോ, നാട്ടുകാരുടെ മക്കളെന്നല്ലല്ലോ പറയാം. അപ്പം എൻ്റെ എന്നുള്ള പദത്തിനാണ് കൂടുതൽ ഊന്നൽ. എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനില്ലാതെ ഒരു കാര്യം എനിക്കില്ല. എൻ്റെ അമ്മയില്ലാതെ, അമ്മയെ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും എൻ്റെയാണ്, ഞാനാണ്. അതുകൊണ്ട് ചക്രരാജാണ്. ചക്രരാജ നികേതനം. ഈ ചക്രരാജത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചൈതന്യം എന്താണ്? ദേവിയാണ്, പരാശക്തിയാണ്, പ്രകൃതീശ്വരിയാണ്, ആത്മാവാണ്. ആത്മാവിനെ നടത്തുന്ന ജീവനാണ്, പ്രാണനാണ്. ചർച്ച തുടരാം. നമസ്കാരം.